ഇന്ന് ലേറ്റായിട്ടാണ് എണീറ്റത് കേട്ടോ. കുഞ്ഞിന് സ്കൂളിലൊന്നും പോകണ്ട. പുറത്താണെങ്കിൽ നല്ല മഴ, അകത്താണെങ്കിൽ നല്ല പണിയുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിസലും മടിയും. എന്നെപ്പോലെ നിങ്ങളും പറയാറില്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരെയില്ല, പണിയോട് പണിയാണ്, എത്ര ഒതുക്കിയിട്ട് ഈ പണികളൊന്നും തീരുന്നില്ല. അപ്പോൾ ഇന്ന് അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഫ്ലൈ ലേഡി മെത്തേഡ് കേട്ടിട്ടുണ്ടോ? ഫ്ലൈ, പറക്കുക, അതല്ല. ഇത് ഫൈനലി ലവിങ് യുവർ സെൽഫ് എന്നാണ്. നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് മടുത്തപ്പോൾ ഒരു അമേരിക്കക്കാർ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരേ ദിവസം തന്നെ മുഴുവൻ വീട് വൃത്തിയാക്കാനായിട്ട് പാടുപെടുന്ന ചില മിടുക്കിക്കാരികളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്കൊരു റെസ്റ്റും ഇനി ചെയ്യാൻ പോകുന്നവർക്കൊരു മോട്ടിവേറ്റുമായിട്ടാണ് ഈ പദ്ധതി. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരേ ദിവസം തന്നെ കൂമ്പാരമായിട്ട് പണികളൊന്നും ചെയ്യാതെ ദിവസം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സിങ്ക് ക്ലീൻ ചെയ്യുക, തറ തൂത്ത് വാരുക, ബെഡ്ഷീറ്റ് കുടയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെയ്തു പോവുക. അപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. ഈ മെത്തേഡിനെ 4 രീതിയിലാണ് കേട്ടോ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് സിങ്ക് ഷൈനാണ്. അത് നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യം തന്നെയാണ്. കിച്ചൻ്റെ കോർണറും ടോപ്പും എല്ലാം ക്ലീൻ ചെയ്യുക. പിന്നെയുള്ളത് 15 മിനിറ്റ് മാത്രം ക്ലീനിങ്. അതായത് നമ്മുടെ ഓവറോൾ ക്ലീനിങ് ഒരു 15 മിനിറ്റ് കൊണ്ട് തീർക്കണം. പിന്നെ ഹോട്ട്സ്പോട്ട് ക്ലീനർ. അതെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ കൂമ്പാരമായിട്ട് ഇടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ ടേബിളാവാം, അല്ലെങ്കിൽ ഒരു കസേരയിൽ കുറച്ച് തുണികൾ, അല്ലെങ്കിൽ മേശപ്പുറം. അങ്ങനെ സ്ഥിരമായി സാധനങ്ങൾ കുമിഞ്ഞു കൂടാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഒരു 2 to 5 മിനിറ്റ്സ് കൊണ്ട് ക്ലിയർ ഔട്ട് ചെയ്യുക. പിന്നെയുള്ള സോൺ ക്ലീനിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സോൺ ക്ലീനിങ് ആണ് കേട്ടോ. അതായത് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗവും ഓരോ ആഴ്ച മാത്രമായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഇഷ്ടം പോലെ സമയവും ലാഭവും കിട്ടും. ഓവറോൾ ക്ലീനിങ് ഒരു ബെറ്റർ ആകും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് പെർഫെക്ഷൻ അല്ല വേണ്ടത്, പ്രോഗ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോൺ ക്ലീനിങ് ഏറ്റവും പ്രയോജനമായിരിക്കും. ഒരാഴ്ച ബാത്റൂം, ഒരാഴ്ച സിറ്റ് ഔട്ട്, ഒരാഴ്ച ഒരു റൂം, ഒരാഴ്ച അടുക്കള, അങ്ങനെ നമ്മൾ ക്രമപ്പെടുത്തുകയാണെങ്കിൽ ഡെയിലി നമ്മുടെ വീട് വൃത്തിയാകുകയും ചെയ്യും. നമുക്കൊരു കംഫർട്ട്, ഏറ്റവും ഉപരി അതാണല്ലോ വേണ്ടത്. ഇത് നമ്മൾ മൾട്ടി ടാസ്കിൻ്റെ ആൾക്കാരാണ് പണ്ടേ മുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടി നടന്ന് പണിയൊക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷെ പെട്ടെന്നൊരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആകെ ചളവായിട്ടിരിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുള്ള വീട്ടിൽ. അപ്പം എന്നെപ്പോലെ കുഞ്ഞുമക്കളുള്ള വീട്ടുകാർക്ക് ഇതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ഹാഫ് ആൻ അവർ ദിവസവും മാറ്റി വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ നല്ല രീതിയിൽ അത് കിടക്കും. പിന്നെ കുഞ്ഞുങ്ങളാണ്, അവർ നന്നായിട്ട് കളിക്കട്ടെ, അവർ ഹെൽത്തി ആയതുകൊണ്ടാണ് നമ്മുടെ വീട് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ കളി കഴിയുമ്പോഴേക്കും സാധനങ്ങൾ യഥാസ്ഥാനത്തേക്ക് ക്രമപ്പെടുത്തി പിന്നെയും പഴയ രീതിയിലാക്കാൻ ശ്രമിക്കുക. അവരത് വീണ്ടും ചളവാക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം ഒരു ഹാഫ് ആൻ അവർ വെച്ച് ഒരു പോർഷനായിട്ട് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്കൊരു സ്പേസ് കിട്ടുള്ളൂ. ഞാൻ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടൻറ് ക്രിയേറ്ററിങ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എൻ്റെ കൊളീഗ്സൊക്കെ ചോദിക്കുമായിരിക്കും, നിനക്ക് എവിടെ നിന്ന് ഇത്ര സമയമൊക്കെ, ഇതിനൊക്കെ നിനക്ക് സമയമുണ്ടോ, ഇത്രയും ചെറിയ പിള്ളേരെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ചെയ്തിരുന്നതിൻ്റെ ഒരു സീക്രട്ടാണ് ഞാൻ ഇന്ന് വെളിപ്പെടുത്തുന്നത്. എനിക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാനത് തന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേറ്റ് ആവും. അപ്പോൾ ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ സോൺ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ കൂടെ കൂടിയാൽ നിങ്ങൾക്കും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, ഫോളോ.